ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? വീണ്ടും ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ്. അന്ന് മോൻ സ്കൂളിൽ പോകണ്ടായിരുന്നു. അതിനിവിടെ കിടന്ന് തിമിർക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തയ്ക്കായും ഓട്സും ആയിരുന്നു. കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ലഞ്ച് കുറച്ച് കട്ടിക്കാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഒരു പൊതിച്ചോറും കൂടെ ആയാൽ അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ? ആദ്യം തന്നെ കുറച്ച് പയറങ്ങ് വെള്ളത്തിലിട്ടായിരുന്നേ, അതെടുത്തങ്ങ് വേവിക്കാൻ വെച്ചു. എന്നിട്ട് താണ്ടെ ആ അടപ്പയിൽ നിന്ന് മറ്റേ അടപ്പയിലോട്ടങ്ങ് മാറ്റി വെച്ചേ. എന്നിട്ട് കറിവേപ്പില വെച്ചാൽ പോകുന്ന പോക്കാണേ ഇത്. അവിടെ ഒരു കുഞ്ഞ് കറിവേപ്പില തൈ നിൽപ്പുണ്ട്. അതിനകത്തുനിന്ന് പിച്ചി ഇനി അതിനകത്തൊന്നുമില്ല, എന്നാലും ഞാൻ പിച്ചി എടുക്കും. നല്ല മണമാണ് കറിവേപ്പിലയ്ക്ക്. അങ്ങനെ 2-3 തണ്ട് കറിവേപ്പിലയൊക്കെ പിച്ചി തിരിച്ചു വന്ന് പരിപാടി അങ്ങ് തുടങ്ങിയേ. ഇപ്പം തന്നെ സമയം ഒരു 10 മണിയായി കാണും. ഞാൻ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. മോൻ സ്കൂളിൽ പോകണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ 5 മണിക്ക് തുടങ്ങുന്ന യുദ്ധമാണ്. എന്നിട്ട് ആദ്യം തന്നെ മീൻ വറുക്കാൻ അങ്ങിട്ടെ. അതിന് മുന്നേ ഞാനത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിടുവാണ്. അരിഞ്ഞല്ല, പിളർന്നിടും. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടും. അപ്പം നമ്മൾ മീൻ വറുത്തെടുക്കുമ്പോൾ നല്ല രുചിയാണ്. നെത്തോലി മീനായിരുന്നു. ഒരു ദിവസം വീട്ടിൽ നിന്നാൽ എല്ലാത്തിൻ്റെയും മണ്ടയ്ക്ക് വലിഞ്ഞു കയറുവേ. ഞാൻ തിരിച്ച് അടുക്കളയിലോട്ട് വന്ന് എന്നിട്ട് രസം ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങി. ആ ചതച്ചതിനകത്ത് ഞാൻ ഇട്ടിരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പിന്നെ ചെറിയ ജീരകമായിരുന്നേ. നമ്മളത് രസത്തിനെടുത്തപ്പോഴത്തേക്കും അതങ്ങ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അതിനകത്തോട്ട് ഒരു കവറങ്ങ് പൊട്ടിച്ചിട്ടേ. ഈ ഹൗസിനകത്ത് ഒരു ലൈറ്റ് വെച്ച് തരുമെന്ന് പറഞ്ഞു, എന്നിട്ട് വെച്ച് തരുന്നില്ല. സാധനമൊക്കെ ഉണ്ടാകുന്നിട്ട് വെച്ച് തരുന്നില്ല അപ്പാ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ 100 പരാതിയും കേൾക്കണം. വീട്ടിൽ നിന്നാൽ പിന്നെ പരാതി തന്നെ പരാതി. അച്ചാച്ചൻ നേരത്തെ എല്ലാം വാക്ക് കൊടുക്കും, ഞാൻ നിനക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഇന്നതുണ്ടാക്കി തരാമെന്ന്. പക്ഷെ സമയത്തിന് ആൾ കാലം മാറും, ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അത് പുള്ളിയുടെ സമയം അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ രസത്തിനുള്ള ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് ഉലുവായും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ ചതച്ച് വെച്ചതെല്ലാം ഇട്ട് വഴറ്റി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഞാൻ ഇടത്തോളെ. എന്നിട്ട് അതും ഒന്ന് വഴറ്റി തക്കാളി ഇട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൂമ്പ് തോരൻ്റെ പയറ് വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ നമ്മുടെ കൂമ്പ് അരിഞ്ഞതും കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഒരിച്ചിരി വെള്ളവും തളിച്ച് അതങ്ങ് അടച്ച് വെച്ച്. എന്നിട്ട് അവിടെ തിരിച്ച് രസത്തിലോട്ട് വന്ന് രസത്തിനകത്ത് കുറച്ച് പുളിവെള്ളവും ഒഴിച്ചേ. അപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പ് തീർന്നു. ഉപ്പ് ഭരണിയിലോട്ട് ഞാൻ ഉപ്പ് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതങ്ങോട്ട് അവിടെ ഒതുക്കി അങ്ങ് വെച്ചേ. ആ സൺഫ്ലവർ ഓയിലിൻ്റെ കവറ് 1 മാസം അവിടെ ഇരിക്കും, അടുത്തത് പൊട്ടിച്ചൊഴിക്കുന്നവരെ. എനിക്ക് തോന്നുന്നു അതിനകത്തുണ്ടെന്ന്, പക്ഷെ ഞാൻ അതിനകത്തുനിന്ന് എടുത്ത് ഒഴിക്കത്തതുമില്ല. അവൻ അവിടെ കിടന്ന് നല്ല കുരുത്തക്കേട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രസം തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ കായപ്പൊടിയും കൂടി ഇട്ട് അങ്ങനെ രസം അങ്ങ് സെറ്റായേ. ഈ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. പൊതിച്ചോറാണല്ലോ, മുട്ട പൊരിച്ചത് നമുക്ക് മസ്റ്റാണ്. അങ്ങനെ ഉള്ളിയും സവാളയാണ് എടുത്തതിന്. കൊച്ചുള്ളി വൃത്തിയാക്കാനുള്ള മടിയാണ്. സവാളയും ഒരു 4 മുട്ടയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ പൊട്ടിച്ച് അതിനകത്തോട്ട് അടിച്ചെടുത്ത് താണ്ടേ. എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് പൊരിച്ചെടുത്തത്. അതിനുശേഷം വാഴയില ഹണ്ടിങ്ങാണ്. അത്രയും വാഴ നിന്നാലും ഇലയൊന്നും അത്ര നല്ലതല്ല. ആ കാണുന്ന കാട് പോലെ നിൽക്കുന്ന ഫുള്ള് മലയാണ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് ഫുള്ള് മല കേട്ടോ. 2 വർഷത്തെ മുന്നത്തെ മഴയ്ക്ക് നന്നായിട്ടൊന്ന് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം ബാക്കിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. ആ വാഴയുടെ അപ്പുറമാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. ഞാൻ നിന്നത് അപ്പുറത്തെ അമ്മാമ്മയുടെയൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡുമാണ്. എന്നിട്ട് കൊണ്ടുവന്ന് ദാണ്ടേ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് എന്നിട്ട് ഞാൻ നന്നായിട്ട് തുടച്ച് എന്നിട്ട് നമ്മുടെ പൊതിച്ചോറങ്ങ് പൊതിയാന്ന് വിചാരിച്ചു. അങ്ങനെ ദാണ്ടേ ചോറിട്ട് നമ്മുടെ തോരൻ അതിനകത്തോട്ട് വെച്ച് അതിനുശേഷം വറുത്ത മീൻ വെച്ചു. പിന്നെ കുറച്ച് മുട്ടയില്ലാതെ എന്ത് പൊതിച്ചോറ് അല്ലേ. പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ നല്ല ഇഞ്ചി വെച്ച് അരച്ച ചമ്മന്തിയാണ്. പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ അതും അങ്ങ് പൊതിഞ്ഞ് വെച്ച് നല്ലതുപോലെ പൊതിയാൻ ഞാൻ എക്സ്പേർട്ടൊന്നും അല്ല, അറിയാവുന്ന രീതിയിൽ അങ്ങ് പൊതിഞ്ഞ് വെച്ച്
അതിനകത്തോട്ട് പേരും അങ്ങ് എഴുതി. ആദ്യം തന്നെ ഉണ്ണിക്കുട്ടനുള്ളതാണേ റെഡിയാക്കി എടുത്തത്. ഉണ്ണിക്കുട്ടനെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഉണ്ണി എന്നാണ് പേര്. ഞാൻ സ്നേഹം കൂടുമ്പോൾ ഉണ്ണിക്കുട്ട എന്ന് വിളിക്കും. അച്ചാച്ചൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ CKP ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നു. CD കാരിലെന്ന് ഞങ്ങൾ കൊല്ലക്കാർ പറയുവേ. ഒരാൾ കണ്ണാടിയൊക്കെ ഇട്ട് ബാക്കി വന്ന് നിൽക്കുന്നു. ആ പറഞ്ഞത് കോരയല്ല കാരയെന്ന് കണ്ടേ. പിന്നെ മഞ്ഞക്കോരയുണ്ടായിരുന്നു. ഞാനത് അന്നേരം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ച്. അപ്പോൾ നമുക്ക് അത്രയും ജോലി അങ്ങ് മാറിക്കിട്ടേ. ഇതെന്തു ഈ കാണിക്കുന്നത്? കുരുത്തക്കേട് കൊണ്ട് വയ്യ. അവൻ ആ സമയം കൊണ്ട് ചോറൊക്കെ കഴിച്ചായിരുന്നെന്ന് തോന്നുന്നു. അവൻ കഴിച്ചു. ഞാൻ പിന്നെ വിചാരിച്ചു മീനും എല്ലാം കട്ട് ചെയ്ത് ഒന്ന് കുളിച്ചിട്ട് ചോറ് കഴിക്കാമെന്ന്. അങ്ങനെ ആ മീനെല്ലാം കട്ട് ചെയ്തെടുത്തേ. ഓ നല്ല പിള്ളേരും പിള്ളേരും അല്ല. റെക്കോർഡ് ചെയ്യുന്നുണ്ടേ. എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്യാമറയിൽ. ഞാൻ പോയി തരാം. അന്നേരം ഒരു സ്വസ്ഥത. തീർച്ചയായിട്ടും. പല്ല് വെച്ചിട്ട് കടിച്ചിട്ട് തൊലി ഇളക്കുന്ന, എന്നിട്ട് കൈ വെച്ചിട്ട് ഇളക്കും. എനിക്ക് ചതിയുടെ ആവശ്യമില്ല ഇത് ഇളക്കാം. എത്ര മണിയായിരുന്നു ഞാൻ നോക്കിയിട്ട്? സമയം എന്തായി മോനെന്ന് നോക്കാൻ പറഞ്ഞു വിട്ടതാണ്. 12:22 പറഞ്ഞു. അത്രേ ആയതേ ഉള്ളായിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു 12 മണിയായപ്പോഴത്തേക്ക് പൊതിച്ചോറെല്ലാം പൊതിഞ്ഞ് വെച്ചു. അവരെല്ലാവരും കഴിച്ചു കേട്ടോ. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റ് ആയിരുന്നല്ലോ. ഞാനിതിൻ്റെ ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിയുന്നുണ്ട്. എനിക്ക് വലിയ വിശപ്പില്ല. പിന്നെ ഞാൻ മീനെല്ലാം കട്ട് ചെയ്ത് എന്നിട്ട് പോയി കുളിച്ച് തല കുളിച്ചില്ല. കാരണം നട്ടുച്ചയ്ക്ക് തല കുളിച്ചാൽ നന്നായിട്ട് വിയർത്ത് കുളിക്കത്തേ ഉള്ളൂ. കുളിച്ചിട്ട് വന്ന് എൻ്റെ പൊതിച്ചോറ് തുറന്ന് എല്ലാം അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുവാണ്. എന്നിട്ട് കുറേശ്ശെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കൂമ്പ് തോര ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കഴിച്ചിട്ടുണ്ട്, അമ്മയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതിച്ചോറ് വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ. ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.